ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, 2001 സ്ഥാപിതമായ നമ്മുടെ ഇടവക ദേവാലയം രജത ജൂബിലിയുടെ നിറവിലാണല്ലോ. രജത ജൂബിലിയോടനുബന്ധിച്ച് നാം ഒത്തിരിയേറെ പ്രോഗ്രാമുകൾ നമ്മുടെ ഇടവകയിൽ സംഘടിപ്പിക്കുകയും രജത ജൂബിലി സമാപനത്തിലേക്ക് നാം എല്ലാം പ്രവേശിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളിലേക്ക് അടുത്തിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ എല്ലാം വലിയ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായി നാം നമ്മുടെ ഇടവക ദേവാലയം നവീകരിച്ചു. ഈ ദേവാലയം നവീകരിച്ച് അതിൻ്റെ പുനർപ്രതിഷ്ഠ മെയ് മാസം 1-ാം തീയതി നമ്മൾ നടത്തുകയാണ്. അഭിമന്യമാർ ആൻഡ്രൂസ് താഴ്ത്തു പിതാവ് 1-ാം തീയതി ഇവിടെ എത്തുകയും നമ്മുടെ ദേവാലയം പുനഃപ്രതിഷ്ഠിച്ച് നമ്മുടെ പ്രാർത്ഥനാലയമാക്കി നമുക്കായി വീണ്ടും നൽകുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. ആ ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 2-ാം തീയതി അഖണ്ഡ ജപമാലയുടെ ദിവസമാണ്. അന്നേ ദിവസം നമ്മളെല്ലാവരും ജപമാല ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് കാത്തിരിക്കുന്നു. 3-ാം തീയതി ഞായറാഴ്ച നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ മറ്റൊരു സുദിനമാണ്. നമ്മുടെ ഇടവകയിലെ 20 കുട്ടികൾ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ദിവസമാണ്. അന്നത്തെ ദിവസത്തിലേക്കും നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. മെയ് മാസം 5-ാം തീയതി കർമ്മലീത്ത മാതൃസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ്. കർമ്മലീത്ത മാതൃസഭയിലെ സെൻറ് തോമസ് പ്രൊവിൻസിലെ അംഗമായ മാർ ജോഷി പൊട്ടയ്ക്കൽ പിതാവ് അന്നേ ദിവസം നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വരികയും അന്നേ ദിവസം പിതാവിന് ആശംസകൾ അർപ്പിക്കുവാനായി അഭിമന്യമാർ റാഫേൽ തട്ടിൽ പിതാവും മാർ ആൻഡ്രൂസ് താഴ്ത്തു പിതാവും മാർ ടോണി പിതാവും ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുന്ന ദിവസമാണ്. ഈ ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവക തിരുനാളിന് നമ്മൾ ആരംഭം കുറിച്ചിരിക്കുന്നു. 8, 9, 10, 11 ദിവസങ്ങളിൽ നമ്മുടെ ഇടവകയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അതിനുശേഷം മെയ് 17-ാം തീയതി നമ്മുടെ ഇടവകയുടെ ഇടവക ദിനവും അതോടൊപ്പം തന്നെ നമ്മുടെ ജൂബിലി സമാപനവും നമ്മൾ കൊണ്ടാടുകയാണ്. ഈ ദിവസങ്ങളിലേക്കെല്ലാം നിങ്ങളെല്ലാം ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും മെയ് മാസം 1-ാം തീയതി മുതൽ 17-ാം തീയതി വരെ നടക്കുന്ന നമ്മുടെ എല്ലാ പരിപാടികളിലേക്കും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മുടെ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെയും മഹനീയമായ പ്രഘോഷണമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഈ തിരുകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കുവാൻ നിങ്ങളേവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.